ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ സുധീഷിനോട് ചോദിക്കാം അല്ലേ? സുധീഷ് ഗോപാൽ കൂടെ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സുധീഷ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ പറയുന്ന ഒരു വ്യക്തമായ ഒരു കാര്യമാണ്, ലഹരി ഉപയോഗിക്കുന്ന നടന്മാർ അതിൽ ഈ മലയാള സിനിമയുടെ ഭാഗമാണ്. ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്കൊക്കെ തന്നെ കടക്കുന്നതെന്ന്. അതായത് സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി ഉപയോഗിച്ച ശേഷമാണ് അവർ അഭിനയിക്കുന്നത് എന്ന രീതിയിലാണ്. ഇപ്പോൾ ഈ നമ്മുടെ രാമസിംഹൻ എന്ന സംവിധായകൻ, സത്യസന്ധനായ രാജ്യസ്നേഹിയായ സംവിധായകനായ രാമസിംഹൻ പറയുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. ഇതിനെ ഒന്നും നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല എന്നുള്ള കാര്യം. മട്ടാഞ്ചേരി മാഫിയ എന്ന് നമ്മുടെ പ്രേക്ഷകർ പറയുന്നു. അത് പറഞ്ഞ് വയ്ക്കാതെ സിനിമാ ലോകവും അത് അംഗീകരിക്കുന്നതാണ്. രജനി, മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ കേവലം അത് ലഹരി മാത്രമല്ല, കൃത്യമായ അജണ്ടയോടുകൂടി സിനിമയെ സമീപിക്കുന്ന ഒരു വിഭാഗമാണ്. അതിൻ്റെ ശക്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെ നമുക്ക് കാണാനും കഴിയും. ഇതേ സാഹചര്യത്തിൽ തന്നെ കൊച്ചിയിലെ സിനിമാ സെറ്റുകളിലടക്കം ലഹരിയുടെ ഉപയോഗം അത് ഗണ്യമായി വർദ്ധിച്ചു. ലഹരി ഉപയോഗിക്കുന്ന യുവ നടന്മാരുടെ എണ്ണം കൂടി വരുന്നു. അതിലുപരിയായി അത് വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക്, സ്ത്രീകൾക്ക് എതിരെയുള്ള അക്രമങ്ങൾക്കും മറ്റും കാരണമായി മാറുന്നു എന്നതും വളരെ ശരിയായ സംഭവമാണ്. ഇതേ സാഹചര്യത്തിൽ പല സിനിമയുടെയും ഷൂട്ടിംഗ് പാക്കപ്പ് ഫംഗ്ഷനുകളിലും മറ്റും വലിയ രീതി പരസ്യമായി തന്നെ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ഇതിനെതിരെ ഒരു നടപടിയും കൃത്യമായി ഉണ്ടാവുന്നില്ല. ചില നടപടികൾ നേരത്തെ എക്സൈസും പോലീസും ഒക്കെ എടുത്തപ്പോഴും അത് ചെറുമീനുകൾ കൊണ്ട് അത് അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മുന്നോട്ടുള്ള പിന്നീടൊരു തുടർ പ്രവർത്തനങ്ങളോ തുടരന്വേഷണമോ ഒന്നും തന്നെ ഉണ്ടായില്ല. അതാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി പറയാവുന്നത്. പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അത് അമ്മയിൽ പിടിമുറുക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായി അതിനെ ഉപയോഗിക്കുക എന്ന ഒരു ലക്ഷ്യം മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഉണ്ട് എന്നതാണ് സിനിമാ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ പ്രധാനമായ കാര്യങ്ങൾ, അവർ ഒരു സിനിമയെ സമീപിക്കുമ്പോൾ നേരത്തെ മുതൽ തന്നെ പുഴു സിനിമയിൽ അടക്കം നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതാണ്. അനാവശ്യമായി ചില വിശ്വാസങ്ങളെ കുറിച്ച് പരാമർശിച്ച് അത് മോശമായി ചിത്രീകരിക്കുക, അതിലുപരി ചില നടന്മാരെ ഇല്ലെങ്കിൽ ആ നടന്മാരുടെ പഴയകാല കഥാപാത്രങ്ങളെയൊക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രത്യേക സന്ദേശം സമൂഹത്തിലേക്ക് നൽകുക, ആ ലക്ഷ്യത്തോടെ സിനിമ എടുക്കുക, അതിൽ ലാഭത്തേക്കാൾ ഉപരി ഇത്തരം ലക്ഷ്യങ്ങൾ എത്തിക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കുക. അതിൻ്റെ ഫണ്ടിങ് തന്നെ വിദേശത്തു നിന്നുള്ള ഫണ്ടിങ് വരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ചേരുന്നതാണ് മട്ടാഞ്ചേരി മാഫിയ. അതിപ്പോഴും സജീവമായി തന്നെ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ചർച്ചകൾ അത് പ്രത്യേക രീതിയിൽ വഴിതിരിച്ച് വിട്ടുകൊണ്ട് അമ്മയിലും സിനിമാ മേഖലയിൽ ഒട്ടാകെ തന്നെ, അത് ഫെഫ്കെ ആയാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളിൽ താങ്കൾക്ക് താല്പര്യമുള്ളവരെ ഇല്ലെങ്കിൽ താങ്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നവരെ അതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം. അതിനെ സാധൂകരിക്കുന്നതായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഇന്നലത്തെ ചിലരുടെ രാജിയും എല്ലാം അതിനെ സാധൂകരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ട് അതിനെ ശരിയായ വ്യക്തികൾ എന്നുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, അതിലൂടെ ചിലരെ തകർക്കുക, അതിനുശേഷം ഇതിലേക്ക് പിടിമുറുക്കുക, മറ്റു ചിലരെ മുൻനിർത്തി, മഹാഭാരതത്തിലും മറ്റും ശിഖണ്ഡിയെ മുൻനിർത്തി എന്ന് പറയുന്നതിന് സമാനമായ രീതിയിൽ തന്നെ ചിലരെ മുൻനിർത്തിക്കൊണ്ട് ഇവർ പിന്നിലിരുന്ന് കളിച്ച് ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മട്ടാഞ്ചേരി മാഫിയ ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. അതിൻ്റെ കൃത്യമായ അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതും അത് തുടർന്ന് വിജയകരമായി തന്നെ നടപ്പാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെ അവർ മുന്നോട്ട് പോകുമ്പോൾ മറുചേരിയിലുള്ളവർ തമ്മിലടിച്ച് തകരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. രജനി, ഒപ്പം ഒരു ചോദ്യം കൂടെ ഉണ്ട്. കാരണം ഈ രാമസിംഹൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ ഒരു മാഫിയ, ഒരു ഗുണ്ടാത്തലവനെ പോലെയാണ് വാഴ്ന്നുകൊണ്ട് പോകുന്നത്. നമുക്ക് ഇന്നലെ ആഷിഖ് കപൂർ രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിന് തിരിച്ചു പറഞ്ഞിട്ടുള്ളത് ആഷിഖ് കപൂർ പറയുന്നതൊന്നും തന്നെ കാര്യമായിട്ട് എടുക്കേണ്ടതല്ല, മുൻപ് പറഞ്ഞ പല കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയല്ല, ഫെഫ്കയും ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ മീറ്റിംഗ് പോലും കൂടുന്നത്. അതായത് ആദ്യമൊക്കെ അമ്മയുടെ തലയിൽ വെച്ച് കിട്ടുകയായിരുന്നു, അമ്മ മാത്രം മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ എന്തുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ട ബാക്കിയുള്ള ഈ ഫെഫ്കയിലെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് വരുന്നില്ല, മുന്നിൽ വരുന്നില്ല എന്നുള്ള ചോദ്യം പിന്നീടാണ് ഉയർന്നു വന്നത്. സുധീഷ്,
വീണ അത് തന്നെയാണ് പറഞ്ഞത്. ചില ശരികൾ പറഞ്ഞുകൊണ്ടാണ് ഈ മട്ടാഞ്ചേരി മാഫിയ മുന്നോട്ട് പോകുമ്പോൾ ആ ശരിക്ക് കൂടുതൽ പിന്തുണ നേടിക്കൊണ്ടാണ് പോകുന്നത്. ഇപ്പം ഇന്നലെ തന്നെ ആഷിഖ് അബു പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ശരിയുണ്ട്. ഇല്ലെങ്കിൽ പൊതുവെ ഉയർന്നു വന്ന ആക്ഷേപം ആദ്യ ദിവസം തന്നെ ഫെഫ്കയുടെ പ്രതികരണം വരുന്നതിലും ഇല്ലെങ്കിൽ അത്തരം വൈകാരികമായ പ്രതികരണങ്ങൾ പാടില്ല എന്ന മുന്നറിയിപ്പ് കൊടുക്കുക, ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുമായി ബന്ധപ്പെട്ട ചർച്ചകളെ അപ്പാടെ തടയിടുന്ന ഒരു സമീപനം ഫെഫ്കയിൽ ഉണ്ടായി എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന, ഇല്ലെങ്കിൽ ഒരുപാട് പേർ ആരോപിച്ച ഒരു കാര്യമാണ്. അത്തരം ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. സിനിമയിൽ പ്രതിഫലം ലഭിക്കാതെ വരുമ്പോൾ അതിന് 10% കമ്മീഷൻ വാങ്ങിയിരുന്നു എന്ന് ഫെഫ്കയുടെ ഭാരവാഹികൾ തന്നെ സമ്മതിക്കേണ്ടി വരുന്നു. അതൊക്കെ ചിലർ ഉന്നയിച്ച പരാതികളുടെ ആക്ഷേപങ്ങളുടെ ഭാഗമായി തന്നെ വന്നതാണ്. അത്തരം കാര്യങ്ങൾ ഫെഫ്കയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരുത്തനെ വളരെ പ്രയാസപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ കമ്മീഷൻ വാങ്ങുന്ന ഒരു സമീപനം, അങ്ങനെ സംഘടനയെ വളർത്തുന്ന ഒരു സമീപനം, അത് നിർബന്ധിച്ച് ഇല്ലെങ്കിൽ സ്വമേധയാ തരുന്നു എന്ന് പറയുമ്പോൾ പോലും അത് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇല്ലെങ്കിൽ അത് നൽകാത്തവർക്ക് ആ സംഘടനയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അത്തരം നിരവധി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു മാടമ്പി സമീപനം ഫെഫ്കയ്ക്കകത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന പരാതികൾ പലരും ഉന്നയിച്ചത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഈ മട്ടാഞ്ചേരി മാഫിയയുടെ പ്രവർത്തനം അതിൻ്റെ ശരിയാക്കൽ ഇല്ലെങ്കിൽ ആ തിരുത്തലിന് വേണ്ടി എന്നതിനപ്പുറം മറ്റു കൂടുതൽ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് സിനിമാ മേഖലയിൽ നാളെ വരാനിരിക്കുന്ന വലിയ അപകടത്തിൻ്റെ സൂചനയായി നമുക്ക് പറയാൻ കഴിയുന്നതും. വീണ. ഓക്കെ സുധീഷ്, ഗോകുൽ.